മക്കൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മിസ് ഇന്ന് വന്നത് എന്റെ മക്കൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ നിർബന്ധമായിട്ടും എക്സാമിന് ചോദിക്കുന്ന കാര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് മാത്രം എന്റെ മക്കളിന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മിസ് പറയാം എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹം. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബഹിരാകാശത്തോട്ട് അയച്ചിട്ടുണ്ട് ഇല്ലേ. നമ്മുടെ ആകാശത്ത് പലപ്പോഴും നമ്മൾ അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വല്ല വിമാനോ വല്ലോ ആയിരിക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള സാറ്റലൈറ്റുകൾ സദാസമയം നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്യാമറാസും വീഡിയോസ് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, സ്പേസിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അവ സദാസമയം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ കോൺസ്റ്റന്റ്ലി റിവോൾവ് അറൌണ്ട് ദ എർത്ത് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള യന്ത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെ എന്താണ്, ദീസ് ഹ്യൂമൻ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിവൈസസിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. കൃത്രിമ ഉപഗ്രഹം, കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ യൂസ് ചെയ്യുന്നത് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അപ്പൊ എന്താണ്, സച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് സർവീസസ് ലൈക്ക് GPS. നമ്മൾ ഈ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പില ഗൂഗിൾ ചേച്ചി പറഞ്ഞില്ലേ ഗോ ലെഫ്റ്റ് ഗോ റൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ GPS എന്ന് പറയുന്ന ഗ്ലോബൽ പൊസിഷനിങ് സർവീസ് യൂസ് ചെയ്തിട്ടാണ്, സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെയും അതുപോലെ പല സ്ഥലങ്ങളുടെയൊക്കെ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നത് നമ്മൾ മൊബൈൽ ക്യാമറയിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടിന്റെ വലിയതായിട്ടുള്ള സ്ഥലം, ബ്രോഡ് ആയിട്ടുള്ള ഏരിയ മൊത്തം കവർ ചെയ്തൊക്കെ കാണിക്കാറില്ലേ, അതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ അതിന് ഒരുപാട് സേവനങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവരുടെ യൂസസ് എന്ന് ചോദിക്കാറുണ്ട്. ഇതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. എന്തൊക്കെയാണ്, റിമോട്ട് സെൻസിങ്, വിദൂര സംവേദം, നമ്മുടെ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കും അല്ലേ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഇവിടുന്ന് ഫോണിൽ ഹലോ പറയുമ്പോൾ നിങ്ങൾ ഹലോ എന്ന് പറയണമെങ്കിൽ എന്താണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ സാറ്റലൈറ്റുകൾ വേണം. നാവിഗേഷൻ, നമ്മൾ പറഞ്ഞ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും. സയൻസ് എക്സ്പെഡീഷൻ, ശാസ്ത്ര പര്യവേക്ഷണങ്ങൾ, പല റിസർച്ചുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, വിഭവ സ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഡിസ്കവറി ഓഫ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്. ഇപ്പൊ ഇവിടെ വലിയതായിട്ടുള്ള സ്വർണ്ണക്കനി ഉണ്ട്, ഇവിടെ ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിലും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വേണം. അതുപോലെ ഡിഫൻസ്, പ്രതിരോധം, അല്ലെങ്കിൽ ഈ പട്ടാളം അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശത്രുക്കളെ വരുന്നുണ്ടോ അങ്ങനെയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് യൂസസ് നമ്മുടെ കൃത്രിമ ഉപകരണങ്ങൾക്ക് വരുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, എക്സാമിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ച് ക്വിക്ക് റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക ബാച്ച് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നമ്പർ 9995400800 ആണ്. സോ കോൺടാക്ട് ചെയ്യാം, മിടുക്കറായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം.